അന്തശ്ചേതന, ഈ ചൈതന്യം, മനസ്സ് ചൈതന്യാത്മകമാണ്. അത് ഉള്ളിൽ തന്നെ ഒടുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ വൃക്ഷലതാദികൾ അവരുടെ ഉള്ളിൽ തന്നെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ഏതുപോലെ ചിത്തം വിനാ പുഷ്പഫലപ്രദാനെ, പുഷ്പം, ഫലം, വള്ളികൾ, അതായത് ഈ പാവലും പടവലും അല്ല, പാവല്, ഈ വെള്ളരി, മത്തൻ, ഇതൊക്കെ ഇങ്ങനെ പടർന്നു പോകുന്ന സസ്യങ്ങളാണ്. തറയിലിങ്ങനെ വളർന്ന് പടർന്നു പോകും. വെള്ളരിയും പടരും. പടവലങ്ങ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതും അല്പദൂരം പടരും. അതിൽ നിന്ന് കായ്കളിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. മറ്റേതിങ്ങനെ പടർന്നു പോകും. കാള കിടക്കും കയറോടും, പണ്ട് ചോദിക്കുന്ന ഒരു കടങ്കഥയാണ്. കാള കിടക്കും കയറോടും. എന്ത് വേണമെങ്കിലും ഉത്തരം പറയാം. മത്തങ്ങാന്നാണ് ഉത്തരം, വെള്ളരിക്കാന്ന് പറയാം, അല്ലെങ്കിൽ കുമ്പളങ്ങാന്നോ, എന്ത് വേണമെങ്കിലും പറയാം. പടർന്നു പോകുന്ന ഏത് കായ്ക്കും ഏത് കായുടെയും പേര് ഉത്തരമായിട്ട് പറയാം. അപ്പോൾ പുഷ്പമോ ഫലമോ അല്ലെങ്കിൽ വള്ളികളോ ആയിട്ട് പ്രകടമാകാത്ത ഒരു വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ കിഴങ്ങാണ് നമ്മൾ സാധാരണ കുഴിച്ചിടുന്നത്. കിഴങ്ങിൽ നിന്നാണ് ഇലകളും പൂക്കളും അതുപോലെ അതിൻ്റെ സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പാവൽ കണ്ടിട്ടുണ്ടോ? അതിൽ നിന്ന് സ്പ്രിങ് പോലെയുള്ള, കാരണം എവിടെയെങ്കിലും ഒരു പിടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചുറ്റി പടരും. അതിൽ പിടിക്കും. അത് കല്ലാണെങ്കിൽ ശരി, അതിൽ കയറി പിടിക്കും. അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം. അങ്ങനെ അതിനെയാണ് പ്രധാനം എന്ന് പറയുന്നത്. പ്രധാനമല്ല, പ്രധാനം, പടർന്നു പോകുന്ന ആ ഭാഗം, അതിൻ്റെ സ്പ്രിങ് പോലെയുള്ള ആ ഭാഗം എന്നർത്ഥം. അതൊക്കെയായി പ്രകടമാകുന്നത് അതിൻ്റെ വേരോ അല്ലെങ്കിൽ കിഴങ്ങോ ആണ്. അത് പ്രകടമാകുന്നതിന് മുമ്പ് കിഴങ്ങിൻ്റെ രൂപത്തിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെടിയിലോ മരത്തിലോ കാണപ്പെടുന്ന എല്ലാം അതിൻ്റെ വിത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കിഴങ്ങിലോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ അകത്തുള്ളത് മാത്രമേ അതിൽ നിന്ന് പുറത്തു വരൂ. അതിൻ്റെ അകത്തില്ലാത്തതൊന്നും അതിൽ നിന്ന് പുറത്തു വരില്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മാത്രമേ പുറമേ പ്രകടമാകൂ. ഒരു ചെറിയ വിത്തിൽ നിന്ന് ഒരു മഹാവൃക്ഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ മഹാവൃക്ഷം അതിൻ്റെ തന്നെ ഉള്ളിൽ ഉണ്ടായിരുന്നു, വിത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അകത്തില്ലാത്തത് പുറത്തു വരില്ല. മനസ്സിലുള്ളത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വന്നേ പറ്റൂ. അതുകൊണ്ട് ഒരാളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നിരീക്ഷിച്ചാൽ അവൻ നല്ലവനാണോ ദുഷ്ടനാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ എങ്ങനെയുള്ള വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. എപ്പോഴും അശ്ലീലവും അസഭ്യവുമാണ് അവൻ്റെ വായിൽ നിന്ന് പുറത്ത് വരുന്നതെങ്കിൽ അവൻ്റെ മനസ്സ് ദുഷിച്ചതായിരിക്കും. ഇങ്ങനെ ആ കിഴങ്ങിൽ നിന്ന് പൂക്കൾ, പ്രധാനങ്ങൾ, ഫലങ്ങൾ ഇവയൊക്കെ പ്രകടമാകുന്നതിന് മുമ്പ് എങ്ങനെയാണോ അവയുടെ ആ ഉറവിടത്തിൽ തന്നെ അവ കഴിഞ്ഞിരുന്നത്, അതുപോലെ ഈ വൃക്ഷലതാദികളുടെ ഉള്ളിൽ മനസ്സ് വളരെ സൂക്ഷ്മരൂപത്തിലുണ്ട്. ആ സൂക്ഷ്മരൂപത്തിലാണ് അവ സുഖദുഃഖങ്ങളെ പ്രകടിപ്പിക്കുന്നത്. അവയ്ക്ക് സുഖത്തെയോ ദുഃഖത്തെയോ പുറമേ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല. തതഃ അഹം തസ്യ ചിത്തസ്യ തരസാ മൃതികാലെ, ഓരോ ജന്മം കഴിഞ്ഞ് ഞാൻ മരിക്കുമ്പോൾ, അതായത് വൃക്ഷമോ ചെടിയോ ആയി ജനിക്കുന്നതിന് മുൻപ്, അതിനു മുമ്പുള്ള ജന്മത്തിൽ ഞാൻ മരിച്ചിട്ടാണ് ഈ രൂപം കൈക്കൊള്ളുന്നത്. അങ്ങനെ മരണവേളയിൽ തരുദർശന പ്രയുക്ത സംസ്കാരവേഗേന മരമാണ് ഞാൻ എന്ന് ഞാൻ സങ്കല്പിച്ചു. ആ സങ്കല്പത്തെ തുടർന്നാണ് ഞാൻ മരമായി ജനിച്ചത്. അതിനു മുമ്പ് വേറെ ഏതോ ഒരു ജന്മമായിരുന്നു. ഇപ്പോൾ മരമായി ജനിച്ചതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, തരുവിനെ കാണണം, മരത്തെ കാണണം, ധാരാളം മരങ്ങളെ കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട്, ആ സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് അങ്കേ ദേഹഗ്രഹണേ രാഗോ യസ്യ, വൃക്ഷശരീരം വേണം എന്ന ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ ആ വൃക്ഷശരീരത്തെ അംഗീകരിച്ചു.
സൻ സഹസ്രം സമാഹ വിടവഃ, 1000 വർഷം ഞാൻ മരമായി കഴിഞ്ഞു. അകാരോ മത്വർത്ഥീയ വിടവി ആസം സഹാ കീദൃശഃ, വിടവത്തോട് കൂടിയത് വിടവി. ഇവിടെ വിടവം എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വിടവത്തോട് കൂടിയ വിടവി അല്ലെങ്കിൽ മരം എന്ന അർത്ഥം അംഗീകരിക്കണമെന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. എങ്ങനെയുള്ള മരം? സഹാ കീദൃശഃ ബഹിഹി പ്രവൃത്തി നിമിത്ത പ്രാണചേഷ്ടാനാവിഷ്കരണാദന്ത ബഹിഹി പ്രവൃത്തി നിമിത്ത പ്രാണചേഷ്ട അനാവിഷ്കരണാത് അന്തരേവ മനോയസ്യ. പ്രവൃത്തി നിമിത്തമാണ് പ്രാണൻ ചേഷ്ടിക്കുന്നത്. പ്രാണൻ ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയായി, ചലനമായി, കർമ്മമായി പ്രകടമാകും. കല്ലിൻ്റെ ഉള്ളിൽ പ്രാണനില്ലാത്തത് കൊണ്ടാണ് അതൊരു ജഡവസ്തുവായി തുടരുന്നത്. പ്രാണനുണ്ടെങ്കിൽ ആ പ്രാണൻ്റെ ചലനമാണ് കർമ്മമായും അംഗചലനങ്ങളായും പ്രകടമാവുന്നത്. അപ്പോൾ പ്രവൃത്തി, അതിന് നിമിത്തമായ പ്രാണൻ, അത് പ്രാണൻ പുറമേ പ്രകടമാകുന്നില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയാണ് വിത്തായിട്ട് അല്ലെങ്കിൽ ഒരു കിഴങ്ങായിട്ട് കഴിയുമ്പോൾ. അവിടെ അതിൻ്റെ ഉള്ളിൽ മനസ്സുണ്ട് എന്ന്. മനസ്സ് എന്ന് പറഞ്ഞാൽ ജീവനുണ്ട് എന്നർത്ഥം. പക്ഷെ പ്രാണൻ പുറത്ത് പ്രകടമായിട്ടില്ല. ചേതനേന വൃക്ഷദേഹാഭിമാനി ജീവേന, എനിക്ക് വൃക്ഷശരീരം വേണം അല്ലെങ്കിൽ ഞാനൊരു വൃക്ഷമാണ് എന്ന് ഉള്ളിൽ സങ്കല്പിച്ചു. ആര്? ഈ വൃക്ഷമായി മാറാൻ പോകുന്ന ആ ജീവൻ. ജീവേന ഭുക്തം ദുഃഖം എത്ര. സങ്കല്പം ദുഃഖമാണ്. മനസ്സ് അനങ്ങുന്നത് തന്നെയാണ് ദുഃഖം. അപ്പോൾ ആ വൃക്ഷശരീരത്തിലിരുന്നു കൊണ്ട് ഞാൻ പലതരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിച്ചു. ഈ വെയിലിലും മഴയിലുമൊക്കെ ഒരു പരിരക്ഷയുമില്ലാതെ ഈ ചെടികളും മരങ്ങളുമൊക്കെ നിൽക്കുന്നില്ലേ? ഓടിപ്പോകാൻ പറ്റുമോ? വേര് ഭൂമിയിൽ ഉറച്ചുപോയി. എന്തു ചെയ്യും? തണുക്കുന്നു എന്നുള്ളത് സത്യം. അവ ആരോട് പറയും? എങ്ങനെ പറയും? അവയ്ക്ക് ഈ തണുപ്പിന് പ്രതിവിധി കാണാനുള്ള ശക്തിയുണ്ടോ? ഒന്നുമില്ല. കൊടും വെയിലത്ത് വാടി തളർന്ന് കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കുക അതൊരു ചെടിയല്ലേ വാടി തളർന്നിരിക്കാൻ. അത് വാടിക്കിടക്കുകയാണ്. അടുത്ത ദിവസം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ കുറച്ച് ഒരു വെയിലിൻ്റെ കാഠിന്യം കുറയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. പക്ഷേ വെള്ളം വളരെ ദിവസം ലഭിക്കാതിരുന്നാൽ പട്ടുപോകും. അപ്പോൾ എല്ലാം ജീവന്മാരാണ്. ഈ പ്രപഞ്ചത്തിൽ ജഡവസ്തുക്കൾ ഒഴികെയുള്ളവയ്ക്കെല്ലാം ജീവനുണ്ട്. ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജീവന്മാർക്ക് സുഖദുഃഖങ്ങളും ഉണ്ടാവും. അറിയാൻ പറ്റത്തില്ല. ഗാഠനിദ്രയിൽ കൊതുക് കടിച്ചാൽ ഉണർവിൽ കൊതുക് കടിക്കുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെടില്ല. പക്ഷേ എന്തോ എവിടെയോ കടിക്കുന്നുണ്ടെന്ന് മാത്രം അറിയും. ഉറക്കത്തിൻ്റെ ആ ശക്തി കൊണ്ട് മൂട്ട കടിക്കും, കൊതുക് കടിക്കും. മൂട്ട ഇപ്പോൾ വലിയ ശല്യമില്ല, കാണാനില്ലെന്ന് തോന്നുന്നു. വംശനാശം വന്ന് കുറ്റിയറ്റ് പോയതാണോ? കൊതുക് പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ മൂട്ട എവിടെയെങ്കിലും നമ്മുടെ മുണ്ടിലോ ഷർട്ടിലോ എവിടെയെങ്കിലും ഒരെണ്ണം കയറി വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ വീട് മൊത്തം, ആ ബെഡ് മുഴുവൻ, മെത്ത, കിടക്ക എല്ലാം ചുവര്, അതിൻ്റെ വല്ലാത്ത ഒരു സ്മെല്ലാണ്. സിനിമാ തിയേറ്ററിൽ AC ആക്കിയത് കൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ AC-യുടെ സുഖം അനുഭവിക്കാൻ വേണ്ടി എത്തുന്ന മൂട്ടകൾ ഉണ്ടായിക്കൂടുന്നില്ല. 10 പൈസ കൊടുക്കാതെ ഫുൾ ടൈം AC-യിൽ ഇരിക്കാമല്ലോ. അപ്പോൾ ട്രെയിനിലൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാ? അത് മറ്റേ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും, മറ്റേ തടി കൊണ്ടുള്ള സീറ്റിലായിരിക്കും. മറ്റേ സാധാരണ സീറ്റിൽ അതിൻ്റെ ഇടയ്ക്ക് മൂട്ട ഇങ്ങനെ കയറുമോ? കണ്ടിട്ടില്ല, കടിച്ചിട്ടില്ല. ഉണ്ടോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ ദുഃഖം ഈ ജീവന്മാരുടെ അനുഭവമാണ്. ദുഃഖാനുഭവമാണെങ്കിൽ സുഖവും അനുഭവിച്ചേ പറ്റൂ. തഥാ പൂർവാപര പരാമർശഹേതും ചിത്തം വിന. പൂർവം അപരം, മുൻപിൻ ആലോചിക്കാതെയുള്ള ഒരു മനസ്സാണ് വിവശത്തിനുണ്ടായിരുന്നത്. ആ വിവേകം
ഇല്ലാത്തതുകൊണ്ട് പുഷ്പഫലാദീനാം പ്രധാനേ ജനനവിസ്താരേവ കന്ദഃ കന്ദവിശേഷസ്തദ്വത് ഭൗമരസകാലാദിതന്ത്ര ഇത്യർത്ഥ. ഒരു കിഴങ്ങ് അല്ലെങ്കിൽ ഒരു വിത്ത് ഇതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഭൂമിയിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് അവ വളരാൻ തുടങ്ങും. പൊടിക്കുക, കിളിർക്കുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതിനു മുമ്പ് അതൊരു കിഴങ്ങോ വിത്തോ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൗമരസകാലാദിതന്ത്ര, ഭൗമരസം ഭൂമിയുടെ രസം എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള ഈർപ്പവും വളവും ധാതു ലവണങ്ങളും ഒക്കെ അതാത് കാലത്ത് വലിച്ചെടുത്ത് വളരാൻ തുടങ്ങും. ജനന വിസ്താരം, അങ്ങനെയാണ് അവ ജനിക്കുന്നത് തന്നെ. അപ്പം അവയ്ക്ക് പൂർവാപര പരാമർശമില്ല എന്ന് പറഞ്ഞാൽ മുൻപിൻ ചിന്തിക്കാനുള്ള വിവേകമില്ല ഈ ചെടികൾക്ക്, പക്ഷേ അവ വളരുന്നു. അതുപോലെയാണ് മിക്കവാറും മനുഷ്യരും മുൻപിൻ ആലോചിക്കാതെ തത്വവിചാരത്തിൽ പ്രവർത്തിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. സമാശതം മേരുമൃഗോഹമാസം സുവർണവർണ്ണസ്തരുവർണ്ണകർണഃ ദൂർവാങ്കുരാസ്വാദനഗീതിനിഷ്ഠ അഹൻകനിഷ്ഠോ വനവാസി മധ്യേ. അങ്ങനെ മരമായി, മരത്തിൻ്റെ ജന്മമെടുത്തുകൊണ്ട് പല മരങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരൊറ്റ മരമായിട്ടോ 1000 കൊല്ലം ഞാൻ കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞിട്ട് 100 കൊല്ലം മേരുമൃഗമായി കഴിഞ്ഞു. മേരുപർവ്വതത്തിൽ, മഹാമേരുവിലെ ഒരു പ്രദേശത്ത് ഞാൻ മാനായി ജനിച്ചു. സുവർണവർണ്ണസ്തരുവർണ്ണകർണഃ, പൊന്മാൻ, സ്വർണ്ണമാൻ, സ്വർണ്ണ നിറത്തിലുള്ള സീതയെ മോഹിപ്പിച്ച ആ കാഞ്ചന മൃഗമുണ്ടല്ലോ, സ്വർണ്ണപ്പുള്ളികൾ അതിൻ്റെ ശരീരത്തിൽ, കണ്ട ആരുടെയും മനസ്സിനെ ആകർഷിക്കാൻ പോന്ന മനോഹരമായ ഒരു മാൻ. അങ്ങനെ ഒരു മാനായി സുവർണവർണ്ണത്തോടുകൂടി തരുപർണ്ണകർണഃ, മരങ്ങളുടെ ഇലകൾ പോലെയുള്ള നീണ്ട ചെവികളോടുകൂടിയ ഒരു മാനായി 100 കൊല്ലം ഞാൻ മേരുപർവ്വതത്തിൽ കഴിഞ്ഞു. ദൂർവാങ്കുരാസ്വാദന ഗീതിനിഷ്ഠ, ദൂർവ എന്ന് പറഞ്ഞാൽ കറുകപ്പുല്ല് എന്നാണ് അർത്ഥം. കറുകപ്പുല്ല് വളരെ ആസ്വദിച്ച് തിന്നുന്ന ഒരു മൃഗമാണ് ഈ മാൻ. ആ കറുകപ്പുല്ലിൻ്റെ തളിരുകളൊക്കെ വളരെ ആസ്വദിച്ചുകൊണ്ട് പാട്ട് കേൾക്കുന്നതിൽ, അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ, കാട്ടിലുള്ള ഈ കാട്ടാളന്മാർ, വേടന്മാർ, റാപ്പ് മ്യൂസിക്, വേടന്മാരുടെയാണ് റാപ്പ് മ്യൂസിക്. അപ്പോൾ റാപ്പ് മ്യൂസിക്കും അല്ലെങ്കിൽ ഈ കൊട്ട് ഇതുപോലെയുള്ള ഗ്രാമ്യമായ ചില വാദ്യോപകരണങ്ങളുണ്ടല്ലോ കാട്ടിലുള്ളവരെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് അങ്ങനെ രസിച്ചുകൊണ്ട് ഞാൻ മാനായി കഴിഞ്ഞു. അഹൻ കനിഷ്ഠ, ഒന്നിനെയും ഹനിക്കാതെ, വേറെ ഒരു ജീവിയെയും ഹിംസിക്കാതെ. മാനിന് ഏത് ജീവിയെയാണ് ഹിംസിക്കാൻ കഴിയുക? അത് ഹിംസിക്കപ്പെടുന്ന ഒരു മൃഗമാണ്. ഇതര ഹിംസ്ര മൃഗങ്ങളാൽ ഹിംസിക്കപ്പെടുന്നതാണ് മാന്, മുയൽ മുതലായ സസ്യഭുക്കുകൾ. അപ്പോൾ ഞാൻ വളരെ ദുർബലനായ ഒരു മാനായി ആർക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ വനവാസികളുടെ മധ്യത്തിൽ, വനവാസി എന്നുള്ളതിന് ഋഷിമാർ, മുനിമാർ എന്നർത്ഥം പറയാം, ആ മുനിമാരുടെ മധ്യത്തിൽ അവർ വസിക്കുന്ന ആ ആശ്രമ പരിസരത്ത് ഞാൻ 100 കൊല്ലം കഴിച്ചുകൂട്ടി. ദൂർവാങ്കുരാണാം ആസ്വാദനേ ഗീതിഷുച നിഷ്ഠ ദൃഢാസക്തി യസ്യ, അതായത് തളിരിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ തളിരായിട്ടുള്ള കറുകപ്പുല്ല് അത് കഴിക്കുന്നതിലും, അതുപോലെ പാട്ട്, കൊട്ട്, പാട്ട് അതിലൊക്കെ വളരെ ആസക്തിയുള്ളവനായി ഞാൻ കഴിഞ്ഞു. വനജാതാനാം മൃഗാണാം മധ്യേ, വനത്തിൽ ജനിച്ച മറ്റു മൃഗങ്ങളുടെ മധ്യത്തിൽ കനിഷ്ഠ അല്പദേഹോ അല്പബലശ്ച, എത്രയോ മൃഗങ്ങളുണ്ട് കാട്ടിൽ, പലതും ഈ മാനിനേക്കാളും ശക്തിയുള്ള മൃഗങ്ങളാണ്. ആ മൃഗങ്ങളുടെ മധ്യത്തിൽ വളരെ ദുർബലനായ ഞാൻ, അല്പദേഹത്തോടു കൂടിയ, അല്പബലത്തോടു കൂടിയ ഞാൻ കഴിച്ചുകൂട്ടി. അതയേവ കമപി അഹൻ അഹിംസൻ, ഒരു ജീവിയെയും ഹിംസിക്കാനോ ദ്രോഹിക്കാനോ ഉള്ള ശക്തി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ആരെയും ഹിംസിക്കാതെ ഞാൻ മാനായി കഴിഞ്ഞു.
പാദാഷ്ടകൈരാവലിതാത്മപൃഷ്ഠോ മൃതേംഭസക്ലേശകൃതാത്മമൃത്യുഃ സമാശതാർദ്ധം ശരഭോഹമാസം ക്രൗഞ്ചാചലേ കാഞ്ചന കന്ദരാസു. അടുത്തതായി ഞാൻ ജനിച്ചത് ഒരു ശരഭമായിട്ടാണ്. ശരഭം എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കല്പിക മൃഗമാണ്. അതിന് 8 കാലുണ്ടെന്നാണ്. നീരാളിയെപ്പോലെ, ഒക്ടോപ്പസ് എന്ന് നമ്മൾ പറയത്തില്ല, നീരാളി, അതൊരു ജലജീവിയാണ്. ഇത് കരയിൽ താമസിക്കുന്ന ഒരു ജീവിയാണ് ശരഭം. അതിൻ്റെ ശരീരത്തിൻ്റെ അധോഭാഗത്ത് 4 കാലുകളുണ്ട്. അതിൻ്റെ മുതുകിലും 4 കാലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കാല് പോലെ ഇങ്ങനെ ഈ നീരാളിയുടെ കൈകളെന്ന് പറഞ്ഞാൽ നീണ്ട ഇങ്ങനെ അതുപോലെയുള്ള ശരീരാവയവങ്ങളുണ്ട്. അങ്ങനെ 8 കാലുള്ള, 8 കാലിയല്ല, ഒരു ജീവിയാണ് ഈ ശരഭം എന്ന് പറയുന്നത്. സാങ്കല്പിക മൃഗമാണ് ഈ ശരഭ. അതിനെയാണോ ഇനി ഈ വ്യാളി എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ തൂണുകളിലൊക്കെ വ്യാളിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടാവും. അത് തന്നെയാണോ ഈ ശരഭം എന്നുള്ളത് എനിക്കറിയത്തില്ല. ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് പല്ലൊക്കെ ഉണ്ട്, തുമ്പിക്കൈ പോലെ നീണ്ട ഒരു മുൻഭാഗവും ഉണ്ട് അതിന്. വ്യാളി അത് തന്നെ ആയിരിക്കണം ഈ ശരഭം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശരഭമായിട്ടാണ് പിന്നീട് ജനിച്ചത്. പാദാഷ്ടകൈരാവലിതാത്മപൃഷ്ഠ, എൻ്റെ മുതുകിൽ 8 കാലുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അടിവശത്ത് 4, മുകളിൽ 4, 2 വശത്തുമായിട്ട് 4 കാലുള്ളത് കൊണ്ട് രണ്ടിനെയും എനിക്ക് മുതുക എന്ന് പറയാം. അങ്ങനെ 8 കാലുകളോടുകൂടി മൃതേംഭസ ക്ലേശകൃതാത്മമൃത്യു, അതിശക്തമായ മഴ പെയ്യുമ്പോഴാണ് ഈ ശരഭം മരിച്ചു പോകുന്നത്. എങ്ങനെയാണ് ഇത് മരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആകാശത്തിൽ ഇടിവെട്ടും, വെള്ളം ധാരധാരയായിട്ട് ഭൂമിയിലേക്ക് ഒഴുകും. ഈ ഇടിയുടെ നാദം കേട്ട് ഇത് വല്ലാതെ പരിഭ്രമിച്ച് മലയുടെ മുകൾ ഭാഗത്തെത്തി അവിടെ നിന്ന് ചാടും, പൊക്കത്തിൽ ചാടും. ചാടി അവസാനം കാല് തെറ്റി അഗാധ ഗർത്തത്തിൽ പതിച്ചാണ് ഈ ശരഭം മരിച്ചു പോകുന്നത്. അതിനറിയില്ല ഇത് പ്രകൃതിയുടെ ഒരു കളിയാണ്, ഈ ഇടിയും മിന്നലും. അതെന്തോ അതിനെ ആക്രമിക്കാൻ ആരോ മുകളിൽ നിന്ന് ശ്രമിക്കുകയാണ് എന്ന് വിചാരിച്ച് അത് ഈ മലയുടെ മുകളിൽ കയറി നിന്ന് അവിടെ നിന്ന് ചാടും. അങ്ങനെയാണ് മൃതേംഭസ ക്ലേശകൃതാത്മമൃത്യു. തൻ്റെ മരണത്തെ അത് സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്, തനിയെ ചാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനോട് യുദ്ധം ചെയ്യാൻ മാത്രം ശക്തി വേറെ ഒരു മൃഗങ്ങൾക്കും ഇല്ല. സമാശതാർദ്ധം, 100ൻ്റെ പകുതി 50 കൊല്ലം ഞാൻ ആ ശരഭമായി കഴിഞ്ഞു. ശരഭോഹമാസം ക്രൗഞ്ചാചലെ, എവിടെയാണ് കഴിഞ്ഞത്? ക്രൗഞ്ചപർവ്വതത്തിൽ, കാഞ്ചന കന്ദരാസു, കാഞ്ചന ഗുഹകളിൽ, സ്വർണ്ണവർണ്ണത്തോടു കൂടിയ ആ ഗിരിഗഹ്വരങ്ങളിൽ ഞാൻ ശരഭമായിട്ട് 50 കൊല്ലം കഴിഞ്ഞു. ശരഭജാതേഹ പൃഷ്ഠതോപി പാദചതുഷ്ടയേന സഞ്ചാരാദി സാമർഥ്യേ ഉദരപ്രദേശസ്യാപി പൃഷ്ഠത്വ സംഭവാത് പാദാഷ്ടകൈരാവലിതേ ആത്മനഃ പൃഷ്ഠേയസ്യ. ഈ ശരഭജാതിയിലുള്ള മൃഗങ്ങൾക്ക് മുതുകിലും 4 കാലുണ്ട്, ശരീരത്തിൻ്റെ അടിവശത്തിലും 4 കാലുണ്ട്. അതുകൊണ്ട് രണ്ടിനെയും ഉദരമെന്നോ മുതുകെന്നോ പറയാം. അങ്ങനെ 8 കാലുകളോടുകൂടി എങ്ങനെ വേണമെങ്കിലും അതിന് സഞ്ചരിക്കാൻ പറ്റും. ഈ 8 കാലുകളിൽ അതിന് സഞ്ചരിക്കാനുള്ള ശക്തിയുണ്ട്. മൃതേ മരണേ പ്രസക്തെ, അതിൻ്റെ മരണസമയം അടുക്കുമ്പോൾ ഗർജൻ മേഘനിർഗതാത് കരകാംഭസോ നിമിത്താത് മേഘേന സഹ യോദ്ധും. ആലിപ്പഴം ചിലപ്പോൾ മഴയോടൊപ്പം താഴേക്ക് പതിക്കും. അപ്പോൾ ഈ കല്ല് പോലെയുള്ള ആലിപ്പഴങ്ങൾ ഇതിൻ്റെ പുറത്ത് ചറവറന്ന് വന്ന് വീഴും. അപ്പോൾ അത് വിചാരിക്കുന്ന ആരോ മുകളിൽ നിന്ന് തന്നെ ആക്രമിക്കുകയാണ്, കല്ലെടുത്തെറിയുകയാണ് എന്ന് വിചാരിച്ച് അത് ഉയരത്തിൽ ചാടാൻ തുടങ്ങും. മേഘേന സഹ യുദ്ധം. എന്തിനാണെന്ന്? മേഘത്തിൽ നിന്നാണ് ഈ കല്ലുകൾ വരുന്നത്, അത് കാണുന്നുണ്ട്. ആ മേഘവുമായിട്ട് ശണ്ട കൂടാനായി, യുദ്ധം ചെയ്യാനായി പൊക്കത്തിൽ ചാടും, യുദ്ധം ചെയ്യാനായി. ഗിരിശിഖരാത് ഉത്പതന പതനാദി ക്ലേശേനൈവ കൃത ആത്മമൃത്യു യസ്യ. ഇങ്ങനെ ചാടി പല പ്രാവശ്യം പൊക്കത്തിൽ ഇങ്ങനെ ചാടി അവസാനം തളർന്ന്
മലയുടെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കുകയാണ് ഈ ശരഭം ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അന്ത്യം. അങ്ങനെ ആ ശരഭമായി 50 കൊല്ലം ഞാൻ കഴിച്ചുകൂട്ടി. കാലാഗുരുദ്രുമലതാവലിതാനിലേന വിദ്യാധരീ സുരതധർമ്മ കലാമൃതാനി പീതാനി മേ മലയസാനുനി മന്ദരേച മന്ദാരചന്ദന കദംബലതാഗൃഹേഷു. എപ്പോഴും ഇങ്ങനെ മൃഗങ്ങളായിട്ട് മാത്രമാണോ ഞാൻ ജനിച്ചത്? അല്ല, ഞാൻ വിദ്യാധരനായും ഗന്ധർവനായുമൊക്കെ ജനിച്ചു. കാലാഗുരു ദ്രുമലതാവലിതാനിലേന. കാലാഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത അകിൽ. അകിൽ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. അകിൽ ഇങ്ങനെ പുകയ്ക്കും. ചന്ദനത്തിൻ്റെ ചന്ദനത്തിൻ്റെ അകിൽ പുക, അതിനെയാണ് അഗുരു. അതിൽ നിന്നാണ് അഗർബത്തി എന്നുള്ള വാക്ക്. അഗുരു എന്ന് പറഞ്ഞാൽ ഈ അകിലിനാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഈ സാമ്പ്രാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാലാഗുരു എന്ന് പറഞ്ഞാൽ കറുത്ത അകിൽ. അങ്ങനെ ആ അകിൽ മരങ്ങൾ ധാരാളം വളർന്നിട്ടുള്ള, അതുപോലെ ആ മരങ്ങളിൽ ധാരാളം വള്ളികൾ പടർന്നിട്ടുണ്ട്. അവയിൽ തട്ടി വരുന്ന മന്ദമാരുതൻ അതേറ്റ് വിദ്യാധരീ സുരതധർമ്മ കലാമൃതാനി. ഒരു വിദ്യാധര സ്ത്രീയോടൊപ്പം ഞാൻ കാമകേളികളിൽ മുഴുകിക്കഴിഞ്ഞു. എപ്പോഴും ദുഃഖമാണ് അനുഭവിച്ചത് എന്ന് വിചാരിക്കരുത്. പീതാനിമേ മലയസാനുനി മന്ദരേജ. മലയപർവ്വതത്തിൽ, അതുപോലെ മന്ദരപർവ്വതത്തിൽ മന്ദാര ചന്ദന കദംബ ലതാഗൃഹേഷു. മന്ദാരം, ചന്ദനം, കദംബ വൃക്ഷങ്ങൾ ഇവയൊക്കെ നിറഞ്ഞിട്ടുള്ള വള്ളിക്കുടിലുകളിൽ ഞാൻ പലതരത്തിലുള്ള സുഖങ്ങളും ആ വിദ്യാധരിയോടൊപ്പം അനുഭവിച്ചു. വിദ്യാധര ജന്മപ്രാപ്തേന, വിദ്യാധരനായിട്ട് ഞാൻ പിന്നീട് ജനിച്ചു. മയാ മലയസാനുനി മന്ദരേജ. മലയപർവ്വതത്തിലും മന്ദരപർവ്വതത്തിലും കാലാഗുരുദ്രുമാണാം ലതാഭി. കറുത്ത അകിൽ ധാരാളം വളർന്നിട്ടുള്ള ആ വനപ്രദേശത്ത് ഒരു വള്ളിക്കുടലിൻ്റെ ഉള്ളിൽ ലതാഭിർ വലിതേന ആലിംഗിതേന അതയേവ. വള്ളികൾ പടർത്തിയിട്ടുള്ള ഒരു ലതാഗൃഹം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ഉള്ളിൽ അതയേവ ശീതമന്ദ സുരഭിണ അനിലേന സഹ. ശീതം, നല്ല തണുത്തതും മന്ദമായി വീശുന്നതുമായ ആ കാറ്റിനോടൊപ്പം വിദ്യാധരീണാം സുരതധർമ്മേഷു. സുരതം എന്ന് പറഞ്ഞാൽ ദാമ്പത്യം എന്നാണ് അർത്ഥം. ദാമ്പത്യ സുഖം ഞാൻ ആ വള്ളിക്കുടലിൻ്റെ ഉള്ളിൽ പലകാലം അനുഭവിച്ചു. തദീയ കലാലക്ഷണാന്യ അമൃതാനി പീതാന്യ അനുഭൂതാനി. അമൃത സദൃശമായ ആ ലൈംഗിക സുഖം ഞാൻ വേണ്ടുവോളം അനുഭവിച്ചു. ഹേമാരവിന്ദമകരന്ദ പിശങ്കിതാനി പീതാനി 15 വർഷശതാനി മേരോ വൈരിഞ്ചഹംസതനയേന മയാപയാംസി തീരാന്തരേഷു രമതോപരി നിർജരിണ്യാ. അടുത്തത് ഞാൻ ജനിച്ചത് ഒരു അരയന്നമായിട്ടാണ്. ഹേമാരവിന്ദ മകരന്ദ പിശങ്കിതാനി. സ്വർണ്ണത്താമരകൾ പൂത്തു നിൽക്കുന്ന. സ്വർണ്ണത്താമര എങ്ങനെയാണ് പൂക്കുക എന്നൊന്നും ചോദിക്കരുത്. സ്വർണ്ണവർണ്ണത്തിലുള്ള താമര എന്ന അർത്ഥം സ്വീകരിച്ചാൽ മതി. ഹേമ അംബുജങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള അല്ലികളോടുകൂടിയ താമരകൾ പൂത്തു നിൽക്കുന്ന തടാകത്തിൽ ഞാനൊരു അരയന്നമായി ജനിച്ചു. മകരന്ദ പിശങ്കിതാനി. ആ താമരയുടെ തേനിൽ മുങ്ങിക്കിടക്കുന്ന ആ താമരയുടെ മധ്യത്തിലുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു ഭാഗമുണ്ടല്ലോ, അത് മഞ്ഞയല്ല, അതിന് പിശങ്കവർണ്ണം എന്നാണ് പറയുന്നത്. പിശങ്കവർണ്ണം എന്ന് പറഞ്ഞാൽ പിങ്കളവർണ്ണം എന്ന് പറയും. പിങ്കളം എന്നുള്ള വാക്കിന് അഗ്നിയുടെ നിറം എന്നാണ് അർത്ഥം. അഗ്നിജ്വാലകളുടെ നിറം കണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ താമരയുടെ അല്ലിയുടെ നിറം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നീലയും ചുവപ്പും കലർന്ന നിറം, അതാണ് പിശങ്കവർണ്ണം. ആ വർണ്ണങ്ങളോടുകൂടിയ പരാഗങ്ങൾ, പൂമ്പൊടികൾ ആ താമര പൊയ്കയിൽ ധാരാളം ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പൊയ്കയിൽ നിറഞ്ഞിരുന്നു. അവിടെ ആ അതിമധുരമായ ജലം കുടിച്ചുകൊണ്ട് 15 വർഷശതാനി, മഹാമേരുവിലാണ് ഈ പൊയ്ക സ്ഥിതി ചെയ്യുന്നത്.
പഞ്ചദശം 50 വർഷം ഞാൻ അരയന്നമായി കഴിഞ്ഞു. എങ്ങനെയാണ്? വൈരിഞ്ച ഹംസ തനയേന മയാ പയാംസി തീരാന്തരേഷു രമതോപരി നിർജ്ജരിണ്യാഹ. വ്യാഖ്യാനം തന്നെ വായിക്കാം. വിരിഞ്ചി ഹംസസ്യ തനയേന പുത്രജന്മപ്രാപ്തേന മയ. ഞാൻ സാധാരണ അരയന്നമായിട്ടല്ല ജനിച്ചത്. വിരിഞ്ചി ഹംസം, ബ്രഹ്മാവിൻ്റെ വാഹനമായ അരയന്നത്തിൻ്റെ മകനായിട്ട് ഞാൻ ജനിച്ചു. എത്ര ദിവ്യമായ ജന്മമാണ്! ബ്രഹ്മദേവൻ വാഹനമായിട്ട് അംഗീകരിച്ച ഒരു അരയന്നം ഉണ്ടല്ലോ, അതിൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. പുത്രജന്മപ്രാപ്തേന മയ മേരോരുപരി, മഹാമേരുവിൻ്റെ ഉപരിഭാഗത്തുള്ള ഒരു നിർജ്ജരിണി എന്ന് പറഞ്ഞാൽ തടാകം, മന്ദാകിന്യാസ് തീരാന്തരേഷു. മന്ദാകിനി ഗംഗയുടെ തീരങ്ങളിൽ ഞാൻ വിഹരിച്ച് നടന്നു. ആ വെള്ളത്തിൽ കിടന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ട് കരയിൽ കയറി ആ ഗംഗാതീരങ്ങളിൽ ഞാൻ വിഹരിക്കുമായിരുന്നു. രമത, അങ്ങനെ രമിച്ചുകൊണ്ടിരുന്നു. ഹേമാരവിന്ദാനാം മകരന്തൈഹി പിശങ്കിതാനി. സ്വർണ്ണ താമരകളുടെ മകരന്തം തേനും ആ തേനിൽ കലർന്നിട്ടുള്ള പൂമ്പൊടിയും, അങ്ങനെയുള്ള ആ ഒരു പിശങ്കവർണ്ണത്തോടു കൂടിയ വെള്ളം ഞാൻ വേണ്ടുവോളം പാനം ചെയ്തു. അങ്ങനെ ഒരു അരയന്നമായി ഞാനൊരു 50 വർഷം കഴിച്ചുകൂട്ടി. ക്ഷീരോദവേലാവനഗന്ധവാഹ വിലോല നീലാളക വല്ലരീണാം സമാശതം ശോകജരാപഹാരി ഗീതം ശ്രുതം മാധവ സുന്ദരീണാം. അടുത്ത എൻ്റെ ജന്മം എന്ന് പറയുന്നത് പാലാഴിയുടെ തീരത്തായിരുന്നു എന്നാണ്. മഹാവിഷ്ണു ശയിക്കുന്ന പാലാഴിയുടെ തീരത്തിലാണ് ഞാൻ ജനിച്ചത്. ക്ഷീരോദ വേലാവന ഗന്ധവാഹ വിലോല നീലാളക വല്ലരീണ. ക്ഷീരോദം, പാൽക്കടലിൻ്റെ കരയിലുള്ള ആ ഭൂമിയിൽ മന്ദമാരുതൻ വീശിക്കൊണ്ടിരുന്നു. ആ കാറ്റേറ്റ് വിലോല നീലാളക വല്ലരീണ, ആ കാറ്റേറ്റ് ചലിക്കുന്ന നീല നിറത്തിലുള്ള കുറുനിരകളോടുകൂടിയ സുന്ദരികൾ, വൈകുണ്ഠത്തിലുള്ള സുന്ദരികളെയാണ് പറയുന്നത്, മാധവ സുന്ദരികൾ, മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാർ എന്ന് പറയാം. ഭൂമിയും മഹാലക്ഷ്മിയുമാണ് മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാർ. ഒരു പത്നിയും കൂടെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ശ്രീ ഭൂമി നീളാസമേത. ശ്രീ മഹാലക്ഷ്മി, ഭൂമിദേവി, നീള നദിയാണോ അതെന്താണെന്നറിയില്ല. നിളാനദി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് നിളാനദി എന്ന് പറയുന്നത്. നീള എന്ന് പറയുന്ന ഒരു ദേവിയായിരിക്കാം. വേദങ്ങളിൽ സ്തുതിക്കപ്പെടുന്ന ഒരു ദേവിയാണ് നീള. നീളാ സൂക്തം എന്നൊരു സൂക്തമുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഭാരതപ്പുഴയാവാൻ വഴിയില്ല. അപ്പോൾ ശ്രീ ഭൂമി നീള, ഈ മാധവ സുന്ദരിമാരുടെ, വിഷ്ണു പത്നിമാരുടെ മന്ദമാരുതനിൽ ചലിക്കുന്ന നീല കുറുനിരകൾ, ആ കുറുനിരകളുടെ അതിൽ തട്ടി വരുന്ന കാറ്റേറ്റുകൊണ്ട് സമാശതം ശോകജരാപഹാരി 100 കൊല്ലം ഞാൻ കഴിഞ്ഞു. അതിൻ്റെ തീരത്ത് കഴിഞ്ഞു. എന്തായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അറിയത്തില്ല, എന്ത് ജന്മമാണെന്ന് പറയുന്നില്ല. നമുക്ക് വ്യാഖ്യാനം നോക്കുമ്പോൾ കാണാം. ശോകം, ജര തുടങ്ങിയവയൊക്കെ അപഹരിക്കാൻ ശക്തിയുള്ള ഗീതം ശ്രുതം, പാട്ട് കേട്ടുകൊണ്ട്, നല്ല മധുരമായ സംഗീതം കേട്ടുകൊണ്ട്, മാധവ സുന്ദരിമാരുടെ ആ സംഗീതം കേട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞു. ഭാഗ്യത്തിന് അതിന് വ്യാഖ്യാതാവ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ അവിടെ കഴിഞ്ഞു. ചിലപ്പോൾ ഈ അരയന്നമായിട്ട് തന്നെ അവിടെ എങ്ങാനും പോയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അതൊക്കെ അനുഭവിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചു. കാലഞ്ചരേ മഞ്ചരിതേ കരഞ്ച ഗുഞ്ചാവനേ ജംബുഗതാം ഗതോഹം ഗജേന പിഷ്ടേ ഹരിണാഹതോസൗ ഹസ്തി മയാത്രാർദ്ധമൃതേന ദൃഷ്ട. അടുത്ത ജന്മം കുറുക്കനായിട്ടാണ് ജനിച്ചത്. കുറുക്കൻ,
കാലഞ്ചരേ മഞ്ചരിതേ കരഞ്ചകുഞ്ചാവനെ ജംബുകതാം ഗതോഹം. കാലഞ്ചരേ തതോഹം കാലഞ്ചരേ ഗിരൗ. കാലഞ്ചരം എന്ന പേരോടുകൂടിയ ഒരു പർവ്വതത്തിൽ കരഞ്ചകുഞ്ചാപ്രചുരേവനെ. കരഞ്ചം എന്ന് പറയുന്നത് ഏതോ ഒരു തരത്തിലുള്ള മരമാണ്. ആയുർവേദ ശാസ്ത്രം അറിയാവുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ സാധാരണ എന്താണ് അതിൻ്റെ പേര് എന്നുള്ളത് അറിയാം. കരഞ്ചം. ഗുഞ്ച എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു, കരിങ്ങാലി അല്ല ആയിരിക്കും. ഗുഞ്ച എന്ന് പറഞ്ഞാൽ കുന്നിമരം, അതിൻ്റെയാണ് കുന്നിക്കുരു. കുന്നിക്കുരു നല്ല തറയിൽ കിടന്ന നല്ല ഇങ്ങനെ ചുവന്ന നിറത്തിലുള്ള കനല് പോലെ കാണപ്പെടുന്ന ഒന്നാണത്. അപ്പോൾ കാലഞ്ചര പർവ്വതത്തിൽ കരഞ്ചകുഞ്ചാപ്രചുരെ, കരഞ്ച വൃക്ഷങ്ങളും കുന്നിമരങ്ങളും ധാരാളം വളർന്നിട്ടുള്ള വനെ, ആ കാട്ടിൽ ജംബുകതാം ശൃഗാല ജന്മഗതഃ പ്രാപ്തഃ, ഒരു ജംബുകൻ അല്ലെങ്കിൽ ശൃഗാലനായി ഞാൻ ജനിച്ചു. തത്രാപി അവിടെ എന്ത് സംഭവിച്ചു? ഗജേന പിഷ്ടേ സഞ്ചൂർണിതേ സ്വദേഹേ, ഒരാന എന്നെ അടിച്ച് കാലുകൊണ്ട് എന്നെ ചതച്ചരച്ചു എന്ന്. കുറുക്കൻ്റെ കഥ കഴിഞ്ഞു. ആനയുടെ ചവിട്ടേറ്റ്. അങ്ങനെ ഗജേന പിഷ്ടേ ഹരിണാഹതോസൗ, ഞാൻ മരിച്ചത് ഒരു ആനയുടെ ചവിട്ടേറ്റിട്ടാണ്. അങ്ങനെ ഞാൻ മരിച്ച് എൻ്റെ പ്രാണൻ ഏതാണ്ട് പോകാറായപ്പോൾ ഈ ആനയെ ഒരു സിംഹം അടിച്ചു കൊല്ലുന്നത് കണ്ടോണ്ടാണ് ഞാൻ മരിച്ചതെന്ന്. നല്ല സീനല്ലേ? അടി കൊണ്ട് അടിച്ച് തകർന്ന് കിടക്കുകയാണ്. ആര്? ഈ കുറുക്കൻ. ആ കുറുക്കൻ എന്താ പറയുന്നത്, ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ കുറുക്കൻ തന്നെ ചവിട്ടി കൊന്ന ഈ ആനയെ മറ്റൊരു സിംഹം അടിച്ചു കൊല്ലുന്നത് കണ്ടോണ്ടാണ് ജീവൻ ഉപേക്ഷിച്ചത്. എന്തോ സന്തോഷത്തോടാ, തൻ്റെ ശത്രുവിനെ വേറൊരുത്തൻ അടിച്ച് തകർത്തല്ലോ എന്നുള്ളത് അല്ലേ. സഞ്ചൂർണിത ദേഹ, എന്നെ ശരീരത്തെ കാലുകൊണ്ട് മെതിച്ച് ചൂർണം പോലെയാക്കി കളഞ്ഞു. സ്വദേഹേ സത്യർദ്ധമൃതേനമയ, ഞാൻ ഏതാണ്ട് പകുതി മരിച്ച നിലയിലായി. അങ്ങനെയുള്ള എന്നാൽ അസൗ മത്പേഷ്ട ഹസ്തി ഹരിണ സിംഹേന ഹതോ ദൃഷ്ട, അങ്ങനെയുള്ള എന്നെ കൊന്ന, എന്നെ ചതച്ച് എൻ്റെ മരണത്തിന് കാരണക്കാരനായ ആ ആനയെ മറ്റൊരു സിംഹം അടിച്ചു കൊല്ലുന്നത് ഞാൻ, ജീവൻ പോകാറായ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എന്തൊക്കെ എല്ലാം ഈ മായയുടെ ഉള്ളിലാണ് ഈ ജന്മ പരമ്പരകൾ. എന്തൊക്കെ അനുഭവങ്ങളാണ്. സന്താനകപ്രഹരഹാസിനി സഹ്യസാനൗ കസ്മിംശ്ചിദന്യ ജഗദീന്ദുമുഖീ സുരസ്ത്രീ ഏകാകിനീകൃതയുഗാർദ്ധമധാഹമാസം കൽപ്പദ്രുമസ്തവകസത്മനി സിദ്ധശാപാത്. അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ ഇന്ദുമുഖിയായ ഒരു സുരകന്യകയായി ഞാൻ ജനിച്ചു, ദേവസ്ത്രീയായി ഞാൻ ജനിച്ചു. നിങ്ങൾ എന്നോട് ലോജിക്കൊന്നും ചോദിക്കരുത്. കുറുക്കൻ എങ്ങനെയാണ്? നരിജത്ത് നാരിയായി ഇടുന്നു, നാരിജത്ത് ഓരിയായി ഇടുന്നു. ഈ മാസമല്ലേ, കർക്കിടക മാസമല്ലേ? അതെ, പൂന്താനത്തിൻ്റെ അല്ലേ, മറ്റേ ഇതിൽ ഹരിനാമകീർത്തനത്തിലല്ല, ജ്ഞാനപ്പാന. നരിജത്ത് നാരിയായിടുന്നു, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. നരിജത്ത് നാരിയായിടുന്നു, നാരിജത്ത് ഓരിയായിടുന്നു. ഓരി എന്ന് പറഞ്ഞാൽ അതും കുറുക്കൻ തന്നെയല്ലേ. നരി, ഇവിടെ നരി എന്നുള്ളതിന് ഈ വടക്കൊക്കെ നരി എന്ന് പറഞ്ഞാൽ പുലി എന്നർത്ഥമാണ്. നരി, നരിമട, പുലിമട എന്ന് പറയും. അപ്പോൾ പുലിജത്ത് സ്ത്രീയായി മാറുന്നു, സ്ത്രീ മരിച്ച് കുറുക്കനായി, ഓരിയിടുന്ന ജീവി ഓരി കുറുക്കനായി മാറുന്നു. അപ്പോൾ അടുത്തത് സുരസ്ത്രീയായിട്ടാണ് ജനിച്ചത്. എവിടെ? കൽപ്പദ്രുമസ്തബകസത്മനി, കൽപ്പവൃക്ഷങ്ങൾ ധാരാളം തിങ്ങി വളർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു സിദ്ധപുരുഷൻ്റെ ശാപം കാരണമായിട്ട് ഞാൻ സുരസ്ത്രീയായി ജനിച്ചു. ഈ കുറുക്കൻ സന്താനക പ്രകരഹാസിനി. സന്താനം എന്ന് പറഞ്ഞാൽ കുട്ടികൾ, സന്താനം എന്നുള്ള അർത്ഥമല്ല. സന്താനം, കൽപ്പവൃക്ഷം എന്നൊക്കെ പറയുന്നത് ദേവലോകത്തിലുള്ള വൃക്ഷങ്ങളാണ്. പഞ്ചവൃക്ഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഹരിചന്ദനം, അതൊരു മരത്തിൻ്റെ പേരാണ്. അതൊന്നും ഭൂമിയിലുള്ളതല്ല, സ്വർഗലോകത്തുള്ള. ഇപ്പോൾ കൽപ്പവൃക്ഷങ്ങളുടെ ഒരു വകഭേദമാണ്. അങ്ങനെ സന്താനകം ധാരാളം ആ വൃക്ഷങ്ങൾ വളർന്നിട്ടുള്ള സഹ്യസാനവും,
സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ. അപ്പോൾ ഭൂമിയിൽ കൽപ്പവൃക്ഷങ്ങൾ എങ്ങനെ വന്നു എന്നൊന്നും ചോദിക്കരുത്. കൽപ്പവൃക്ഷങ്ങളെ പോലെയുള്ള വളരെ വിശേഷപ്പെട്ട വൃക്ഷങ്ങൾ വളർന്നിട്ടുള്ള സഹ്യസാനുവിൽ, സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഏകാകിനി, ഒറ്റയ്ക്ക്, എൻ്റെ ഒപ്പം ആരുമില്ലായിരുന്നു, ഏകാകിനിയായി. കൃതയുഗാർദ്ധമഥാഹമാസം, കൃതയുഗത്തിന് എത്ര കൊല്ലം അതിൻ്റെ കാലാവധി പറയപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ പകുതി. കൃതയുഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 32 ലക്ഷം വർഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 16 ലക്ഷം വർഷങ്ങൾ. 16 ലക്ഷം വർഷങ്ങൾ ഏകാകിനിയായി, ഇന്ദുമുഖിയായി, അത്യന്തം സുന്ദരിയായി, വളരെ സുന്ദരിയായ ഒരു സുരസ്ത്രീയായി ഞാൻ കഴിഞ്ഞു. സിദ്ധശാപാത്, ശാപം കിട്ടിയിട്ടാണ് ആ സുരകന്യകയായി ഞാൻ അവിടെ കഴിഞ്ഞത്. അധ സന്താനകാനാം കൽപ്പവൃക്ഷഭേദാനാം, സന്താനകം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷങ്ങളിലുള്ള ഒരു വകഭേദം. പ്രകരൈർ ഹാസിനി ഹാസവതീവ ശോഭമാനെ, ആ കൽപ്പവൃക്ഷങ്ങൾ ധാരാളം നിറഞ്ഞതുകൊണ്ട്, ആ കൽപ്പവൃക്ഷങ്ങൾ കാരണമായിട്ട് പുഞ്ചിരി തൂകുന്ന സഖ്യപർവ്വതത്തിൻ്റെ സാനുവിൽ അഹം ഇന്ദുമുഖി സുരസ്ത്രീ, അതിസുന്ദരിയായ ഒരു സുരസ്ത്രീയായി കൃതയുഗസ്യ അർദ്ധം സിദ്ധശാപാത് ആസം, ഒരു സിദ്ധപുരുഷൻ്റെ ശാപം കാരണമായി ദേവസ്ത്രീയായി, സുന്ദരിയായ ദേവസ്ത്രീയായി ഞാൻ ജനിച്ചു, അല്ലെങ്കിൽ കഴിച്ചുകൂട്ടി. അദ്രീന്ദ്രകച്ഛകരവീരലതാലയേഷു നീതം സമാശതമശങ്കധിയാമയാന്യതേ അന്യത്ര ദൂരജഗതീന്ദ്രഗിരൗ വിരാവി വാൽമീകപക്ഷിവപുഷാനിശമേകേന. അടുത്ത ജന്മം എന്ന് പറയുന്നത് വാൽമീക പക്ഷി. അതൊരു പക്ഷിയാണ്, എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് വാൽമീക പക്ഷി. വാൽമീകി മഹർഷിയല്ല, വാൽമീക പക്ഷി എന്നൊരു പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരിനം പക്ഷി. ആ പക്ഷിയായി ഞാൻ ജനിച്ചു. അനിശം ഏകകേന, അവിടെയും ഞാൻ ഒറ്റയ്ക്കാണ് കഴിഞ്ഞത്. ഒരു കൂട്ടിന് ഒരു ഇണ കൂടെ ഇല്ലായിരുന്നു. ശാപമായതുകൊണ്ട്. അപ്പോൾ അതായത് ഇണപക്ഷി ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമായി ഒരു വാൽമീക പക്ഷിയായി കഴിഞ്ഞു. എവിടെ? അദ്രീന്ദ്ര കച്ഛ കരവീരലതാലയേഷു. വ്യാഖ്യാനം തന്നെ വായിച്ചു പോവാം. തതോ മയാ അദ്രീന്ദ്രസ്യ സന്നിധാനാത് സഖ്യസ്യ കച്ഛേ ജലപ്രായേ പ്രരൂഢാനാം കരവീരാണാം ലതാഃ ശാഖാസ്തദനന്തരപ്രദേശേഷു വിരാവി സദൈവ രവണശീലോ വാൽമീകിനാമാ പക്ഷിജാതഭേദസ്തദ്വപുഷ സമാനാം ശതം നീതം. 100 കൊല്ലമാണ് ഞാൻ ആ വാൽമീക പക്ഷിയായി കഴിഞ്ഞത്. അദ്രീന്ദ്രനായ പർവ്വതരാജനായ സഖ്യൻ്റെ താഴ്വരയിൽ ധാരാളം ജലാശയങ്ങളുള്ള, ആ ജലാശയങ്ങളുടെ തീരത്ത് വളർന്നിരിക്കുന്ന കരവീരവൃക്ഷങ്ങളിൽ പല വള്ളികളും പടർന്നു നിൽക്കുന്ന ആ മനോഹരമായ വനപ്രദേശത്ത് വിരാവി സദൈവ രവണശീല, രവണം എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാകും, ഉച്ചത്തിൽ നിലവിളിക്കുക, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക, കർണകഠോരമായ ശബ്ദത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി എന്നാണ് ഈ വാൽമീക പക്ഷിക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വാൽമീകനാമ പക്ഷിജാതി ഭേദ, അങ്ങനെ ആ ഒരു വാൽമീക പക്ഷിയായി തദ്വപുഷ, ആ പക്ഷി ശരീരത്തോടുകൂടി സമാനാം ശതം നീതം, 100 വർഷം ഞാനങ്ങനെ കഴിഞ്ഞു. തത കരവീരവനെ സഹഭാര്യാപുത്രാദിവിരുച്ഛിന്നേ സതി, അതും എനിക്കൊരു ശാപം നിമിത്തമാണ് ആ വാൽമീക പക്ഷിയായിട്ട് എനിക്ക് ജനിക്കേണ്ടി വന്നത്. ഭാര്യ പുത്രന്മാർ ഇവരോടുകൂടി ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നു. എന്തോ ഒരു കാരണവശാൽ എൻ്റെ കയ്യിലിരിപ്പ് കാരണമായിട്ട് എന്നെ ഒരു സിദ്ധപുരുഷൻ ശപിച്ചു. അങ്ങനെ ഞാൻ അവരിൽ നിന്ന് വേർപെട്ട് അന്യത്ര ദൂരസ്ഥേ ജഗതി, അവരിൽ നിന്ന് വളരെ അകലെയായി മറ്റേ ഏതോ ഒരു ലോകത്ത് ഇന്ദ്രഗിരവും മഹേന്ദ്രപർവ്വതെ, ഇന്ദ്രപർവ്വതം എന്ന് പറഞ്ഞാൽ മഹേന്ദ്രഗിരി, നാറോലിനടുത്തുള്ള ആ സാധനമല്ല, ഇതല്ല, മറ്റേ ISROയുടെ ഒരു സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, മഹേന്ദ്രഗിരി എന്നാണ് പറയുന്നത്. മഹേന്ദ്രഗിരിയിൽ ഭാര്യാപുത്രന്മാരിൽ നിന്നും അകന്ന് ഭൃശം വിയോഗാർത്തേന ഏകേന ശേഷം വയോനീതം, വിരഹം അനുഭവിച്ചുകൊണ്ട്
ഭാര്യയിൽ നിന്നും പുത്രന്മാരിൽ നിന്നെല്ലാം അകന്ന് ഏകാകിയായി ഞാൻ 100 വർഷം വയോനീതം, എൻ്റെ നല്ല കാലം, എൻ്റെ യൗവനം, എൻ്റെ ചെറുപ്പം, അങ്ങനെ ഏകാകിയായി ഞാൻ അവിടെ ജീവിച്ച് തീർത്തു. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അന്യത്ര സാനുനിമയാ പരിലംബമാനാ സച്ഛായ ചന്ദനവനാവലിതേലതാനാം ദൃഷ്ടാ സ്ത്രിയഃ ഫലമിവാവലിതാ വിലാസൈർഭുക്താശ്ചതാ അപഹൃതാ അപി സിദ്ധപാന്ധൈഃ. അടുത്തത് ഞാൻ വീണ്ടും ഒരു ദേവനോ അല്ലെങ്കിൽ മനുഷ്യനോ, നീച യോനിയിലല്ല ജനിച്ചത്, ഒരു മനുഷ്യനോ ദേവനോ ഗന്ധർവനോ ആയിട്ടാണ് ജനിച്ചത്. അന്യത്ര സാനുനിമയ, മറ്റൊരു സാനുവിൽ, താഴ്വരയിൽ, മറ്റൊരു പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഞാൻ ജനിച്ചു. അവിടെ എന്തൊക്കെയാണ് അനുഭവിച്ചത്? അവിടെ ഞാൻ ഒരു അതിമനോഹരമായ കാഴ്ച കണ്ടു. പരിലംബമാന സച്ഛായ ചന്ദനവനാവലിതേ ലതാനാം, ധാരാളം നിഴലുകൾ നൽകുന്ന ചന്ദനവൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്നിരിക്കുന്ന വള്ളികളിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന കുറേ സുന്ദരിമാരെ കണ്ടു എന്നാണ്. ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന കുറേ സുന്ദരിമാരെ, ചന്ദനവൃക്ഷത്തിൽ ഊഞ്ഞാൽ പോലെ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന വള്ളികളിൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിമാരെ കണ്ടു. ദൃഷ്ടാസ്ത്രീയ ഫലമിവാവലിതാ വിലാസൈഹി, അവരെ കണ്ട ഈ മരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന അതിമനോഹരങ്ങളായ കനികളെപ്പോലെ, പഴങ്ങളെപ്പോലെ എനിക്ക് തോന്നി. അതായത് നമുക്ക് ഭക്ഷിക്കാനുള്ളതാണത്. അതായത് ആ സ്ത്രീകളുമായി രമിക്കണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടി. പഴുത്തു നിൽക്കുന്ന പഴം കണ്ട ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ? അത് കയ്യെത്തുന്ന ദൂരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അടിച്ചിരിക്കും, എപ്പോൾ പറിച്ച് കഴിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതുപോലെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്ന സൗന്ദര്യമുള്ള ആ സ്ത്രീകൾ ഈ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു അവിടെ. അവരെ ഞാൻ കണ്ടു. ഭുക്താശ്ച താ അപഹൃതാപി സിദ്ധപാന്ധൈഃ, അവരുമായി ഞാൻ രമിച്ചു. സിദ്ധപാന്ധൈ, അവരെ പിടിച്ചോണ്ട് പോയി കുറേ ദേവലോക സഞ്ചാരികൾ, സിദ്ധന്മാർ, ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവർ ഈ സ്ത്രീകളെ പിടിച്ചോണ്ട് പോയിട്ട് ഇദ്ദേഹം അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരുമായിട്ട് രമിച്ചതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം രമിച്ചതിന് ശേഷം അവരെ ആ സിദ്ധന്മാർ അപഹരിച്ചു കൊണ്ടുപോയതാണോ? എന്തായാലും വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇതിലൊന്നും ഒരു കഥയുമില്ല, പലതരം വിചിത്രങ്ങളായ കാഴ്ചകളെ കണ്ടു എന്ന് വർണ്ണിക്കുകയാണ്. ഏവം ജന്മദ്വയേന സിദ്ധശാപ മോക്ഷാനന്തരം, ഇങ്ങനെ 2 ജന്മങ്ങൾ ഞാൻ സിദ്ധന്മാരുടെ ശാപം കാരണമായി കഴിച്ചുകൂട്ടി. ഏതൊക്കെ? ഒന്ന് ഏകാഗിയായിട്ട്, പക്ഷിയായിട്ടല്ലേ, വാൽമീക പക്ഷിയായിട്ട്, പിന്നെ കുറുകനോ, സുരസ്ത്രീയായിട്ട് ഒരു ജന്മം, പിന്നെ വാൽമീക പക്ഷിയായിട്ട്. അത് 2ഉം ശാപം കൊണ്ട് എനിക്ക് ലഭിച്ച ജന്മങ്ങളായിരുന്നു. ആ 2 സിദ്ധശാപങ്ങളിൽ നിന്നും ഞാൻ മുക്തനായി. സിദ്ധ അനുഗ്രഹാദേവ, സിദ്ധന്മാരുടെ തന്നെ അനുഗ്രഹം ലഭിച്ചിട്ട് സിദ്ധഭൂതേനമയ, ഞാനൊരു സിദ്ധനായി തീർന്നു. സ്വയം സിദ്ധനായി തീർന്ന ഞാൻ എന്നാൽ മഹേന്ദ്രഗിരേരേവ സച്ഛായ ചന്ദനവനാവലിതേ അന്യത്ര സാനുനി, ഗിരിയുടെ ധാരാളം നിഴലുകളുള്ള ചന്ദനവൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ആ പ്രദേശത്ത് ലതാനാം ദോലാസു തദ്ഫലമിവ, വള്ളികളിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന, എന്ന് പറഞ്ഞാൽ വള്ളികളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആകർഷകങ്ങളായ ഫലങ്ങളെന്ന പോലെ പരിലംബനാ വിലാസൈരാവലിതാഹ സ്ത്രീയഃ ദൃഷ്ടാഃ, അവരിങ്ങനെ ആടിക്കളിക്കുന്നത് കണ്ടാൽ തോന്നും മരത്തിൽ ഇങ്ങനെ പഴങ്ങൾ കായ്ച്ച് അത് കാറ്റിൽ ഇങ്ങനെ ആടുമ്പോൾ നമുക്ക് എത്ര കണ്ട ആഗ്രഹം ഉണ്ടാവുമോ, അതുപോലെ അവരെ ഞാൻ കണ്ടു. സിദ്ധപാന്ധൈരപഹൃതാപി താ ഭുക്താശ്ച,
മറ്റ് ചില സിദ്ധന്മാർ, ആകാശസഞ്ചാരികളായ സിദ്ധന്മാർ ഈ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ അവരിൽ നിന്ന് അവരെ ഞാൻ മോചിപ്പിച്ച് കൊണ്ടുവന്ന് അവരുമായിട്ട് കുറച്ചു കാലം രമിക്കുകയും ചെയ്തു. ഇങ്ങനെ പോകുന്നു വർണ്ണന. നമുക്ക് ഇന്നിവിടെ നിർത്താം. വിചിത്രങ്ങളായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ രസമുള്ള വർണ്ണനകളായതുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകാത്തത്. തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം.